ഏതാണ്ട് ഒരു മാസം മുമ്പ് കാർലോ ആഞ്ചലോട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന പേരിൽ ESPN ബ്രസീൽ പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട്. 2026 ലോകകപ്പിനുള്ള ബ്രസീൽ ടീമിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള 11 താരങ്ങളുടെ ഒരു ലിസ്റ്റ്. ലോകകപ്പിന് മുന്നോടിയായുള്ള സൗഹൃദ മത്സരത്തിനുള്ള ടീം പ്രഖ്യാപിക്കുമ്പോൾ അന്നത്തെ ആ വാർത്ത ഏതാണ്ട് ശരിയായി വരികയാണ്. 11 അംഗ ലിസ്റ്റിലെ 8 പേരും ആഞ്ചലോട്ടിയുടെ അവസാന ടീമിൽ കയറിക്കൂടി. പരിക്കിൻ്റെ പിടിയിലുള്ള ബ്രൂണോ ഗൊമാരസ്, എസ്റ്റാവോ വില്യൻ, റോഡ്രിഗോ എന്നിവർ മാത്രമാണ് ആ ലിസ്റ്റിൽ നിന്നും പുറത്തായത്. ഒരു വർഷത്തിന് ശേഷം എൻറിക് ദേശീയ ടീമിലേക്ക് റീ എൻട്രി നടത്തിയപ്പോൾ മറ്റ് 4 താരങ്ങൾ കൂടി ടീമിലേക്ക് ആദ്യ വിളിയെത്തി. പക്ഷേ അപ്പോഴും കാനറിപ്പടയുടെ ആരാധകർ തൃപ്തരല്ല. കാരണം അവരുടെ പ്രിയപ്പെട്ട സുൽത്താൻ ആ ലിസ്റ്റിലില്ല. ആഞ്ചലോട്ടിയുടെ വരവിന് ശേഷം ഇതുവരെ ടീമിൽ ഇടം പിടിക്കാത്ത നെയ്മർ ഒരിക്കൽ കൂടി ഫിറ്റ്നസിനെ തുടർന്ന് പുറത്തിരിക്കുന്നു. സെന്റിമെന്റ്സിന്റെ പേരിലല്ല, മറിച്ച് മെറിറ്റ് ബേസിൽ മാത്രമാണ് താൻ ടീം പ്രഖ്യാപിക്കുക എന്ന ഇറ്റാലിയൻ പരിശീലകന്റെ പോളിസിയുടെ തെളിവാണ് ഈ 26 അംഗ ലിസ്റ്റ്. 2023 യുറുഗ്വേക്കെതിരെ ലിഗമെന്റ് ഇഞ്ചുറി നേരിട്ട ശേഷം പിന്നീട് ഒരിക്കൽ പോലും നെയ്മർ കാനറിപ്പടയ്ക്കായി ബൂട്ട് കെട്ടിയിട്ടില്ല. തുടർച്ചയായ പരിക്കുകളാൽ വലയുന്ന താരം 2025 തൻ്റെ കരിയർ വീണ്ടെടുക്കാനായി തിരിച്ച് സാന്റോസിലേക്ക് വന്നിറങ്ങി. തരംതാഴ്ത്തൽ ഭീഷണികളിൽ തുടർന്ന തൻ്റെ പ്രിയപ്പെട്ട ടീമിനെ പരിക്ക് വകവയ്ക്കാതെ കളത്തിലിറങ്ങിയാണ് നെയ്മർ രക്ഷിച്ചെടുത്തത്. 28 മത്സരങ്ങൾ കളിച്ച താരം 11 ഗോളുകളും 4 അസിസ്റ്റുമാണ് സീസണിൽ ഇതുവരെ സാന്റോസിനായി നേടിയിട്ടുള്ളത്. ബ്രസീൽ പരിശീലകനായി എത്തിയ ദിവസം മുതൽ ആഞ്ചലോട്ടി പറയുന്നതാണ് നെയ്മർ തൻ്റെ പ്ലാനിലുണ്ട് എന്ന്. എന്നാൽ തുടർച്ചയായ പരിക്കുകൾ കാരണം ബ്രസീൽ ടീമിലേക്കുള്ള വാതിൽ നെയ്മർക്ക് മുന്നിൽ അടഞ്ഞു തന്നെ കിടക്കുന്നു. സാന്റോസിൽ ചേർന്നതിന് ശേഷം 26 മത്സരങ്ങളാണ് നെയ്മർ മിസ് ചെയ്തത്. ഇടയ്ക്കിടെ അലട്ടുന്ന ഹാംസ്ട്രിങ് ഇഞ്ചുറിയും പിന്നെ മസിൽ ഇഞ്ചുറികളുമാണ് സൂപ്പർ താരത്തിന് വിനയാകുന്നത്. സീസണിലെ അവസാന മത്സരത്തിന് ശേഷം കാൽമുട്ടിൽ സർജറിക്ക് വിധേയനായ താരം പിന്നീട് കളത്തിലിറങ്ങിയെങ്കിലും പൂർണ്ണമായ ഫിറ്റ്നസിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 100% ഫിറ്റാകാതെ നെയ്മർ ടീമിലേക്ക് എത്തുകയില്ല എന്നാണ് ആഞ്ചലോട്ടി ഇന്നലെയും പറഞ്ഞു വെച്ചത്. ഗെയിം ടൈമിനായി ജനുവരിയിൽ ബെർണബു വിട്ട് ലിയോണിലേക്ക് പോയ എൻറിക്കിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ലോകകപ്പിനുള്ള ബ്രസീൽ ടീം ബസ്സിൽ ഇടം പിടിക്കണം. ആ ലക്ഷ്യത്തിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ആ 19കാരൻ. ലിയോണിൽ പറന്നിറങ്ങിയത് മുതൽ ഫ്രഞ്ച് ലീഗിൽ ആളിക്കത്തുന്ന ഫോമിലാണ് എൻറിക് പന്ത് തട്ടുന്നത്. ആദ്യ മത്സരത്തിൽ ഗോൾ, 2ാം മത്സരത്തിൽ അസിസ്റ്റ്, 3ാം മത്സരത്തിൽ ഹാട്രിക്. കളിച്ച 12 മത്സരങ്ങളിൽ 6 ഗോളും 4 അസിസ്റ്റും. പല മത്സരങ്ങളിലും മാൻ ഓഫ് ദ മാച്ചായി മാറിയ താരം ഫ്രഞ്ച് ലീഗിൽ തൻ്റെ മികവ് തെളിയിക്കുകയാണ്. അതിലൂടെ ബ്രസീൽ സ്ക്വാഡിലും ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നു. ആഞ്ചലോട്ടിയുടെ റയലിലെ അവസാന സീസണിൽ ടീമിലെത്തിയ എൻറിക് ഇറ്റാലിയൻ പരിശീലനത്തിന് കീഴിൽ 37 മത്സരങ്ങൾ കളത്തിലിറങ്ങി 7 ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കോൺഫിഡൻസ് ഇരു കൂട്ടർക്കും ഉണ്ടാകും. പരിക്കുകളാൽ വലഞ്ഞ ആദ്യ സീസണിന് ശേഷം ഇക്കുറി ബ്രെൻഫോർഡിൻ്റെ കുന്തമുനയായി മാറിയിരിക്കുകയാണ് ഇഗോർ തിയാഗോ. പ്രീമിയർ ലീഗിൽ ഇതുവരെ 18 ഗോളുകൾ. ടോപ്പ് സ്കോറർ പട്ടികയിൽ മുന്നിൽ ഏർലിംഗ് ഹാലൻഡ് മാത്രം. ഇഗോർ തിയാഗോയ്ക്ക് ബ്രസീൽ ടീമിൻ്റെ ആദ്യ വിളിയെത്താൻ അധികം വൈകില്ല എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. സീസണിൽ 2 തവണ പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് സ്വന്തമാക്കിയ തിയാഗോയെ ബ്രസീൽ സ്കൗട്ടുകൾ മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന് ബ്രെൻഫോർഡ് പരിശീലകൻ കെയ്ത്ത് ആൻഡ്രൂസ് നേരത്തെ പറഞ്ഞിരുന്നു. അത് സത്യമാവുകയും ചെയ്തു. സീസൺ കഴിയുന്ന മുമ്പ് ആ വിളിയെത്തി. 6 അടി 3 ഇഞ്ച് ഉയരമുള്ള താരം ക്ലിനിക്കൽ ഫിനിഷിലുപരി ഹോൾഡപ്പ് പ്ലേയിലും ഏരിയൽ ഡുവൽസ് വിൻ ചെയ്യുന്നതിലും മികവ് തെളിയിച്ചിട്ടുള്ളതാണ്. എവർട്ടനെതിരെ ഒരു ഹാട്രിക്കും യുണൈറ്റഡ്, ലിവർപൂൾ ടീമുകൾക്കെതിരെ ഗോളുകളും ഈ സീസണിൽ താരം സ്കോർ ചെയ്തിട്ടുണ്ട്. ഒരു ഓൾഡ് സ്കൂൾ സ്ട്രൈക്കർ എന്ന നിലയിൽ ഇഗോർ തിയാഗോ ആഞ്ചലോട്ടിക്ക് സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ഒരു വ്യത്യസ്ത ഓപ്ഷനാണ് നൽകുന്നത്. പരിക്ക് മൂലം പുറത്തിരിക്കുന്ന എസ്റ്റാവോ വില്യൻ്റെ അഭാവം പരിഹരിക്കാനായിരിക്കും ബോൺമൗത്ത് താരം റയാനെ ആഞ്ചലോട്ടി തൻ്റെ ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ബ്രസീലിയൻ ലീഗിൽ വാസ്കോ ഡ ഗാമയ്ക്കായി തിളങ്ങിയ റയാനെ ജനുവരിയിലാണ് ബോൺമൗത്ത് പ്രീമിയർ ലീഗിലേക്ക് കൊണ്ടുവരുന്നത്. ആദ്യ 3 മത്സരങ്ങളിൽ തന്നെ എതിരാളികൾക്ക് സർപ്രൈസ് എലമെന്റ് നൽകാനും താരത്തിന് കഴിഞ്ഞു. 2 ഗോളുകളും 1 അസിസ്റ്റുമാണ് ആ മത്സരങ്ങളിൽ താരം നേടിയത്. ബ്രസീൽ ടീമിലെ റൈറ്റ് വിങ്ങർമാരുടെ പ്രശ്നം സോൾവ് ചെയ്യാനും ഈ 19കാരനെ കൊണ്ട് കഴിഞ്ഞേക്കും. സൗഹൃദ മത്സരങ്ങളിൽ തിളങ്ങാനായാൽ എസ്റ്റാവോയ്ക്ക് പിന്നിൽ സെക്കൻഡ് ചോയ്സായി പോലും ലോകകപ്പ് ടീമിലേക്ക് താരത്തിന് എത്താൻ കഴിയും. മിഡ്ഫീൽഡിൽ ഗലറ്റസറേ താരം ഗബ്രിയൽ സാറയ്ക്കും ഡിഫൻസിൽ ഫ്ലമംഗോയുടെ ലിയോ പെരേരയ്ക്കും ആദ്യ വിളി എത്തിയിട്ടുണ്ട്. ബ്രൂണോ ഗൊമാരസിൻ്റെയും എഡർ മിലിറ്റോയുടെയും പകരമായിട്ടാകും ഈ 2 താരങ്ങളെയും ടീമിലേക്ക് വിളിച്ചിരിക്കുന്നത്. മാർച്ച് 27 ഫ്രാൻസും ഏപ്രിൽ 1 ക്രൊയേഷ്യയുമാണ് സൗഹൃദ മത്സരങ്ങളിൽ ബ്രസീലിൻ്റെ എതിരാളികൾ. അതിലൂടെ തൻ്റെ വിന്നിംഗ് കോമ്പിനേഷൻ കണ്ടെത്താൻ കഴിയുമെന്നാണ് ആഞ്ചലോട്ടി കരുതുന്നത്. റോഡ്രിഗോയുടെ നഷ്ടം ബ്രസീൽ എന്തായാലും സഹിക്കേണ്ടി വരും. എന്നാൽ പരിക്ക് മാറി എസ്റ്റാവോയും ബ്രൂണോ ഗൊമാരസും ലോകകപ്പ് ടീമിലേക്ക് തിരികെ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കാത്തതിൽ സങ്കടമുണ്ട്. എന്നാൽ തൻ്റെ സ്വപ്നം ഇവിടെ അവസാനിക്കുന്നില്ല എന്നും ഓരോ ദിവസവും ഓരോ ട്രെയിനിങ് സെഷനിലും താൻ ലോകകപ്പ് എന്ന ലക്ഷ്യത്തിനായി പ്രയത്നിക്കുമെന്നുമാണ് നെയ്മർ പറഞ്ഞു വെച്ചത്. അങ്ങനെ സെൻറ്റിമെൻസിൻ്റെ പേരിലല്ല, തനിക്ക് മെറിറ്റിൽ തന്നെ ടീമിലേക്ക് കയറണമെന്നാണ് നെയ്മർ കരുതുന്നത്. 2002 ശേഷം ആദ്യ ലോകകപ്പ് കിരീടത്തിനായി ഇറങ്ങുന്ന കാനറിപ്പടയ്ക്ക് നെയ്മർ എന്ന അധികായൻ്റെ സാന്നിധ്യം അനിവാര്യമാണെന്നാണ്
ആരാധകർ കരുതുന്നത്. 2022 അർജന്റീനക്കാർക്ക് എങ്ങനെയായിരുന്നു മെസ്സി, അതുപോലെ ബ്രസീലിന് തങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ ഒരു നായകനായി സുൽത്താൻ ആ ടീമിലുണ്ടായിരിക്കണം. ബ്രസീലിൻ്റെ മഞ്ഞക്കുപ്പായത്തിൽ അയാളെ അവസാനമായി ഒന്ന് കാണണം. ലോകകപ്പുമേന്തി ആ വിടർന്ന ചിരിയുമായി അയാൾ നിൽക്കണം. ഓരോ ബ്രസീൽ ആരാധകൻ്റെയും ലോകകപ്പ് സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചിത്രമായിരിക്കും ഇത്. അതെ, 2014-ലെയും 2018-ലെയും 2022-ലെയും ബാക്കി വെച്ച സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ അയാളുണ്ടാകണം. നെയ്മറില്ലാതെ എന്ത് ബ്രസീൽ അല്ലേ?